തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധിക്ക് മുമ്പ് കോഴിക്കോട് കാരശ്ശേരിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. മണ്ഡലം ഭാരവാഹികൾ വിമത സ്ഥാനാർത്ഥികളെ സഹായിച്ചുവെന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച VN സുഹൈബ്. തനിക്കെതിരെ പ്രവർത്തിച്ചതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടെന്നും VN സുഹൈബ് തുറന്നടിച്ചു. റിബൽ സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വലിയ ഭാരവാഹികളുടെ പിന്തുണയും അതുപോലെ തന്നെ അവർ തന്നെ നേരിട്ട് റിബൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച ഒരു സാഹചര്യമാണ് ഈ ഡിവിഷനുള്ളത്. അതിന്റെ ഡിജിറ്റൽ തെളിവുകളും അതുപോലെ തന്നെ ആ വാർഡിലെ കാൻഡിഡേറ്റ് ഉൾപ്പെടെ ഇതിനൊരു തെളിവാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. നിഖിൽ, വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇനി ഇത്തരത്തിലുള്ള പരാതികളും പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ പുറത്തേക്ക് വരും. എന്താണ് ഇയാൾ പറയുന്നത്? ഈ ആര് പ്രവർത്തിച്ചു, നേതൃത്വത്തിന് പരാതി നൽകാനുള്ള തീരുമാനമാണോ നിഖിൽ പ്രമേഷ്? റിജിത്ത്, ഗുഡ് ഈവനിങ്. സത്യത്തിൽ നാളെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരുപക്ഷെ ഏത് സാഹചര്യത്തിലാണ്, തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ കാരശ്ശേരി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ള VN സുഹൈബാണ് ഇത്തരത്തിൽ കാരശ്ശേരി കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ വിമത സ്ഥാനാർത്ഥികളെ സഹായിച്ചു എന്നുള്ളൊരു ആരോപണമായി അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ വിമത സ്ഥാനാർത്ഥികളായി മത്സരിച്ച ആളുകളൊക്കെ അവരൊക്കെ സീറ്റ് മോഹികളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലുള്ള ആളുകളെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്ന ആളുകൾ സഹായിച്ചു എന്ന് പറയുന്നത് ഒരു ഗുരുതരമായിട്ടുള്ള പിഴവാണ്. കോൺഗ്രസ് ഒരു വലിയ തിരിച്ചുവരവ് ലക്ഷ്യമിടുകയാണ് കോഴിക്കോട് ജില്ലയിലടക്കം. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കം ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തന്റെ വിജയം ഉറപ്പാണ്, പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തനിക്കറിയാം. അതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം നേതൃത്വത്തിന് പരാതിയായി നൽകുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വിമതരായി മത്സരിച്ച ആളുകൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള അവരുടെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വിമതരായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവർക്ക് പക്ഷേ പാർട്ടിയുടെ തന്നെ പിന്തുണ കിട്ടിയെന്നത് തന്നെ വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പരാതി, അദ്ദേഹത്തിന്റെ ഈ വിഴുപ്പലക്കൽ ഏത് സാഹചര്യത്തിലാണ് എന്നറിയാൻ നാളെ വോട്ടുപെട്ടി തുറക്കേണ്ടി വരും. അതിനുശേഷമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരുകയുള്ളൂ. റിജിത്ത്. ശരി, നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.